IPL ചെന്നൈ തോറ്റ അന്ന് ഞങ്ങൾക്കൊക്കെ ഒരു മൂഡ് ഓഫ് ആണ്. ഞങ്ങൾ എല്ലാവരും കൂടെ പോയിരുന്ന് ചെന്നൈ ജയിക്കണേ, ചെന്നൈ എനിക്ക് പിന്നെ ചെന്നൈക്ക് പ്രശ്നം വന്നപ്പോ ഇവരൊക്കെ ഒന്ന് മാറ്റിട്ട് ഞാൻ അതെ, അതായത് ചെന്നൈ സൗണ്ട് വെച്ചാൽ ചെന്നൈ ജയിക്കില്ല. ധോണി കണ്ടോടാ ധോണി, അമ്മപ്പൊ കണ്ടില്ലടാ, എന്തോ രസം പറഞ്ഞിട്ട് ഇൻ കേസ് ഷൂട്ടില്ലെങ്കിൽ ഹലോ എടാ എന്തെടുക്കാണ് ചേച്ചി, ഞാനിവിടെ എന്നാ വാട IPL ഉണ്ട്. ഞാൻ പോയി അവിടെ അതും മറ്റേ കുളുമണാലി പോയി തണുപ്പിച്ചിടും. ഞാൻ ആ പുതപ്പിൽ ഇതാരാ അതാരാ ഇത് ഓൻ വരൂടാ, ഓൻ വരും, അവന് ലാസ്റ്റാണ് ഇറങ്ങണത്. ആര്? ധോണി. പലഹാരങ്ങളുടെ രാജകുമാരൻ കുട്ടേട്ടൻ. വിജയരാഘവൻ ചേട്ടനാണ് പലഹാരം. കുട്ടേട്ടന്റെ കുഴലപ്പമോ രാമു ചേട്ടന്റെ തോട്ടയോ അറിയാൻ ഇവിടെ ക്ലിക്ക് ചെയ്യൂ. അപ്പൊ എല്ലാവർക്കും ഇത് സെറ്റിലുള്ള നമ്മള് എല്ലാ ആൾക്കാരും ഇല്ലേ. സുരഭി ഭയങ്കര വണ്ടർഫുൾ ജോബാണ് ഈ ഫുഡ് ഡിസ്ട്രിബ്യൂഷന്റെ കാര്യത്തിൽ ചെയ്തത്. പിന്നെ ഇതിനിടയിൽ ഞങ്ങൾക്ക് വല്ലപ്പോഴും സമയം കിട്ടിയാ പോയി അഭിനയിക്കും. സമയം കിട്ടിയാ അല്ലേ വല്ലപ്പോഴും ഒക്കെ ഒരു ദിവസം ഒരു 2 ഷോട്ടൊക്കെ എടുക്കണം, 2 വെടി വെച്ചിട്ട് തിരിച്ചു വരും. പിന്നെ കൃഷ്ണനെ ഇനി അവിടെ ഒന്നും കിട്ടില്ല. അപ്പൊ ഒരു അമ്പലം ഉണ്ട് എല്ലാ ദിവസവും ക്രോസിൽ, അവിടത്തെ കൃഷ്ണനെ നമ്മൾ എടുത്താൽ എന്തെങ്കിലും പ്രശ്നം. അവിടെ ഒരു ചില്ലിക്കൊട്ടിൽ ഒരു കൃഷ്ണനുണ്ട്, ഒരു പ്ലാസ്റ്റിക് അങ്ങനെയല്ല അങ്ങനത്തെ ഉണ്ട്. ആ കൃഷ്ണൻ ഞാൻ എന്നും പോയി ഇങ്ങനെ ഭഗവാനെ പ്രാർത്ഥിച്ചു പോകുന്നു. അപ്പൊ ഞാൻ ദർശനോടാണ് ഞാൻ കൃഷ്ണനെ ഇങ്ങനെ കട്ടാലോ, ഏതായാലും കൃഷ്ണൻ ഏതായാലും നീ ചെന്ന് വിളിച്ചാ മതിയായിരുന്നു. ഭയങ്കര ഹെവി ആയിരുന്നു മെയിൻലി. ഞങ്ങളുടെ വൺ ഓഫ് അവർ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻസ് ഞെട്ടരുത്, ഇതിന്റെ ഉള്ളിൽ നിന്ന് പൊട്ടും. അപ്പൊ ഈ പൊട്ടുമ്പോ നമ്മൾ ഈ മാസ്ക് പിടിച്ച് നിൽക്കുമ്പോൾ ഓൺലി ടാസ്ക് വി വർ ഓൾ ആസ്ക്ഡ് ടു ഞെട്ടരുത്. അപ്പൊ എല്ലാരും മറ്റേ മാസ്കിലൊക്കെ നിൽക്കുമ്പോ ഹായ് ഹലോ, റൈഫിൾ ക്ലബിന്റെ ലേഡി ഗ്യാങ് ആണ് ഇന്ന് മീഡിയ കൊണ്ട് കൂടെ ഉള്ളത്. പൊന്നമ്മ ചേച്ചി, സുരഭി ചേച്ചി, വാണി ചേച്ചി, ഉണ്ണിമാങ്കോ, അങ്ങനെ ദർശന. വെൽക്കം ടു ദി ഷോ. 2024 ഒരുപാട് നല്ല സിനിമകൾ കൊണ്ടും തിയേറ്ററിലെ ആഘോഷങ്ങൾ കൊണ്ടും ഒക്കെ നമ്മൾ അടയാളപ്പെടുത്തി പോവേണ്ട ഒരു വർഷം തന്നെയാണ്. അതിൽ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് ഒരു കൊട്ടിക്കലാശം എന്നുള്ള രീതിയിൽ റൈഫിൾ ക്ലബ്ബ് കൂടെ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. എന്തൊക്കെയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു എക്സൈറ്റ്മെന്റ് അതിനെ പറ്റിയുള്ള? അല്ല, ഞങ്ങളെല്ലാവരും വളരെ എല്ലാരും ജോയിൻ ചെയ്യണം കേട്ടോ. ഞാൻ തുടങ്ങുന്ന അപ്പോൾ എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ്. കാരണം ഇതൊരു ഫാമിലി മൂവി പോലെ നമ്മളെല്ലാവരും തന്നെ വളരെയധികം ആഘോഷിച്ച് ചെയ്ത സിനിമ തന്നെയാണ്. ഒരു ഫാമിലി ചെയ്തൊരു മൂവിയാണ്. ഇതുപോലൊരു പടം ഇല്ല എന്റെ ലൈഫിലില്ല. അതല്ല, എന്റെ ലൈഫിലും ഇല്ല കേട്ടോ. ഞാൻ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. നിന്റെ ലൈഫിലുണ്ടായിരിക്കും. കാരണം സുരഭി എല്ലാ പടത്തിലും പോകുമ്പോ അവിടെയൊക്കെ സെലിബ്രേഷൻ ആണ്. പക്ഷെ സുരഭിയുടെ വൈൽഡസ്റ്റ് സൈഡ് നമുക്ക് കാരണം ഒരു 10-40 ദിവസം ഞങ്ങൾ ഒരു സ്ഥലത്ത് ക്യാരവാനില്ല, ഞങ്ങൾക്കൊക്കെ ഓരോ മുറിയൊക്കെ ആയിട്ട് അതിന് അത് നല്ല രസമുള്ള പച്ച പെയിന്റ് അടി, 3 കട്ടില് ഞങ്ങൾക്ക്. പിന്നെ വാണിച്ചേച്ചിക്ക് കാണാൻ വേണ്ടിയിട്ട് IPL ചെന്നൈ തോറ്റ അന്ന് ഞങ്ങൾക്കൊക്കെ ഒരു മൂഡ് ഓഫ് ആണ്. ഞങ്ങൾ എല്ലാവരും കൂടെ പോയിരുന്ന് ചെന്നൈ ജയിക്കണേ, ചെന്നൈ എനിക്ക് പിന്നെ ചെന്നൈക്ക് പ്രശ്നം വന്നപ്പോ ഇവരൊക്കെ ഒന്ന് മാറ്റിട്ട് ഞാൻ അതെ, അതായത് ചെന്നൈ സൗണ്ട് വെച്ചാൽ ചെന്നൈ ജയിക്കില്ല. ധോണി കണ്ടോടാ ധോണി, അമ്മപ്പൊ കണ്ടില്ലടാ, എന്തോ രസം പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അല്ലാതെ പിന്നെ നമ്മളൊക്കെ അവിടുന്ന് മാറണം. എന്തെങ്കിലും ഒരു കാരണവശാൽ ഒരു 2 ഇതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ മാറണം. എല്ലാരും ഔട്ട് അടിച്ച് ചേച്ചിക്ക് പ്രാർത്ഥിച്ച് കാണാൻ വേണ്ടിട്ട് എന്തോ ഭഗവത്ഗീത രാമ
രാമായണം ഒക്കെ അവിടുന്ന് എനിക്കതല്ല, ആ ഒരു കാട്ടില് ഷൂട്ടിംഗ് നടക്കണം. അവിടേക്ക് എങ്ങനെ ഈ IPL കണക്ഷൻ അതായത് എനിക്ക് നാളെ അതെ പറഞ്ഞു അല്ല ചേച്ചി കറക്റ്റ് ആയിട്ട് പറഞ്ഞിരുന്നു എനിക്ക് IPL കാണണം. അപ്പൊ പ്രൊഡക്ഷൻ കൃത്യമായി ചേച്ചിയുടെ റൂമിൽ മാത്രം ടിവിയും IPL-ഉം അതെ, അത് ഉണ്ണിമാങ്കോന്റെ അടുത്ത് പറഞ്ഞപ്പോ പോത്തന്റെ അടുത്ത് നമ്മൾ പറഞ്ഞു, ടുട്ടുവിന്റെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെ വേണം, ഇല്ലെങ്കിൽ ചിലപ്പോ കാരണം ഞങ്ങൾ വന്ന് നിൽക്കുമ്പോ ഞങ്ങളുടെ ഇടയിലെ വലിയൊരു സീനിയർ ആയിട്ട് പോകുന്നു. ചേച്ചി നമ്മൾ എപ്പോഴും കാണലുണ്ട്, ഏറ്റവും സീനിയർ ആണ്, എന്നാൽ കൂടി കുറച്ച് കാലത്തിന് ശേഷം വരുന്നു ഞങ്ങൾ സീനിയർ ആയിട്ട് കാണാം. അപ്പോ IPL കാണാത്തോണ്ട് ഇനി അഭിനയം അതുകൊണ്ടൊരു കുറവുണ്ടാവണ്ട എന്ന് കരുതി ഞങ്ങൾ പ്രൊഡക്ഷൻ അത് കൃത്യമായിട്ട് ചെയ്തു. അപ്പൊ നേരത്തെ നിങ്ങൾ പറഞ്ഞ ഒരു പക്ഷെ അത് അവസാനമായപ്പോ കുറച്ച് കഴിഞ്ഞ IPL അങ്ങ് കൂടി തുടങ്ങിയപ്പോഴത്തേക്കും ലൈക് ഫൈനൽസിലേക്കൊക്കെ എല്ലാരും ആ മുറി തന്നെ സുരേഷ് കൃഷ്ണ, റാഫി സാറ്, ദിലീഷ് ക്രിക്കറ്റിനെ പറ്റി ഒന്നും അറിയില്ല. എന്നെ ചെന്നൈ തോൽപ്പിച്ചല്ലോ, ചെന്നൈ തോൽപ്പിച്ചല്ലോ. എനിക്കൊന്നും ദേഷ്യം ഭയങ്കര പ്രശ്നമായി. ഞാൻ തൊട്ടടുത്ത റൂമിലാ, ഇൻ കേസ് ഷൂട്ട് ഇല്ലെങ്കിൽ ഹലോ എടാ എന്തെടുക്കാണ് ഞാനിവിടെ എന്നാ വാട IPL ഉണ്ട്. ഞാൻ പോയി അവിടെ അതും മറ്റേ കുളുമണാലി പോയി തണുപ്പിച്ചിടും. ഞാൻ ആ പുതപ്പിൽ ഇത് എടാ ഓമ്പ് വരൂടോ, ഓമ്പ് വരും, അവര് ലാസ്റ്റാണ് ആര് ധോണി, എനിക്കറിയില്ല. ഭയങ്കര രസകരമായിട്ടുള്ള പിന്നെ ക്യാബിൻ ചീട്ടുകളി സ്കോറുണ്ട്, 40 days ചീട്ടുകളിയാണ്. അത് സ്കോറുണ്ട്, ഇന്ന് ലിസ്റ്റ് ചെയ്തിട്ട് എന്റെ ഇപ്പോഴും ഉണ്ട് നോട്ട്സ് ഷെഡ്യൂൾ ചെയ്യുന്ന പോലെ തന്നെ. അന്താക്ഷരി. അതെ, പലഹാരങ്ങളുടെ രാജകുമാരൻ കുട്ടേട്ടൻ വിജയരാഘവൻ ചേട്ടനാണ് പലഹാരങ്ങൾ. പക്ഷെ ആദ്യം തന്നെ ഉണ്ണിമാങ്കോ ആണ് വീട്ടിൽ പോയത്. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ എല്ലാരും ഇവിടെ ഇങ്ങനെ നിൽക്കല്ലേ, വരുമ്പോ എന്തെങ്കിലും കൊണ്ടുവരണം കേട്ടോ എന്നാണ്. പക്ഷെ ഉണ്ണിമാങ്ങയുടെ കൈ നല്ല ഐശ്വര്യമുള്ള കൈയാ. ഇത് ആരോടും പറയണ്ട കേട്ടോ. അപ്പൊ ഞാൻ പോയി എല്ലാരോടും ഫ്ലാഷ് ആക്കി, എന്നോടാണ് ഞാൻ ഈ കേരളത്തിന്റെ പലഹാരമൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കൂടുതൽ. അത് കാണുമ്പോ എനിക്ക് എന്താണെന്ന് തടി വെക്കുമോ, കോമ്പറ്റീഷൻ ആയി അത് ബേസിക്കലി. ഒരാൾ ഒരു സാധനം കൊണ്ടുവന്നാ പിന്നെ അടുത്ത പ്രാവശ്യം കൊണ്ടുവരുന്നത് അല്ലേ. എന്റെ അസിസ്റ്റന്റ് ആയിരുന്നു പലഹാരങ്ങളൊക്കെ അല്ല, രാമു ചേട്ടൻ വീട്ടിൽ പോയപ്പോ തൃശ്ശൂരാണ്. അപ്പൊ പുള്ളി കൊണ്ടുവന്നിരിക്കുന്ന ചുരുട്ട് രാമുചേട്ടന്റെ തോട്ടയും ഉണ്ട്, ചുരുട്ടും ഉണ്ട്. അതെ അതെ. അപ്പൊ അവർക്ക് രണ്ടുപേരും പിന്നെ കുട്ടേട്ടന്റെ കുഴലപ്പമോ രാമുചേട്ടന്റെ തോട്ടയോ അറിയാൻ ഇവിടെ ക്ലിക്ക് ചെയ്യൂ. അപ്പൊ എല്ലാവർക്കും ഇത് സെറ്റിലുള്ള നമ്മള് എല്ലാ ആൾക്കാരും ഇല്ലേ. സുരഭി ഭയങ്കര വണ്ടർഫുൾ ജോബാണ് ഈ ഫുഡ് ഡിസ്ട്രിബ്യൂഷന്റെ കാര്യത്തിൽ ചെയ്തിട്ടുള്ളത്. എല്ലാ എന്താ വെച്ചാൽ ഇത് വലിയൊരു ചരുവത്തിലാക്കിയിട്ട് അവിടെ ഉള്ള എല്ലാവർക്കും എത്തിക്കും. അക്കൗണ്ട് കീപ്പിംഗ് ഉണ്ടായിരുന്നു ഇത്രയും ബാക്കി. അപ്പൊ അതിന്റെ ഇത് നമുക്ക് ഇത് നാളത്തെ ഡിസ്ട്രിബ്യൂഷൻ മേക്കപ്പ് ചെയ്തോണ്ടിരിക്കുകയാണെങ്കിൽ ഉപ്പ് വേണ്ട പറഞ്ഞു. അതെ, അത് അവിടെ ഇപ്പൊ നമ്മള് അവിടെ ആർട്ടിന്റെ പണിയെടുക്കുന്ന ചേട്ടനാണെങ്കിലും അല്ലെങ്കിൽ അവിടെ വേറെ എന്തെങ്കിലും എന്ത് ലൈറ്റ് ആ സെറ്റിൽ എത്ര പേരുണ്ടോ, 250 പേരുണ്ടോ, 250 പേരിൽ എത്തിക്കാൻ ഒരു യേശുദേവന്റെ ജോലി. പിന്നെ ചില ഇത്രയും ആൾക്കാരുള്ളതുകൊണ്ട് എല്ലാരും സെറ്റിലില്ല. അപ്പൊ നല്ല എന്തെങ്കിലും ഇപ്പൊ ചക്കവരട്ടിയൊക്കെ വന്നപ്പോ എല്ലാരും കഴിക്കാനുണ്ടായിരുന്നില്ല, അതുപോലും അക്കൗണ്ട്സിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഈ 2 പാക്കറ്റ് ചെന്ന് ചോദിച്ചാലും അത് നിങ്ങൾക്ക് വേണ്ടി എടുത്തു അല്ലെ കൊടുത്തു ഇതായി പോരുത്. ആരെയും നമ്മള് ആരെയും വേദനിപ്പിക്കും. വീട്ടിൽ നിന്ന് എന്തൊക്കെയുണ്ടോ എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ടാവും. കോഫി ഷോപ്പ്, ചുടുവെള്ളം, ഇഞ്ചി, മഞ്ഞപ്പൊടി ചെലവായി മാറി. ഇത് പിന്നെ ഇതിനിടയിൽ ഞങ്ങൾക്ക് വല്ലപ്പോഴും സമയം കിട്ടിയാ പോയി അഭിനയിക്കും.
സമയം കിട്ടിയാൽ സമയം കിട്ടിയ അല്ലേ പലപ്പോഴും ഒക്കെ ഒരു ദിവസം ഒരു 2 ഷോട്ട് ഒക്കെ എടുക്കണം. പോയി 2 വെടി വെച്ചിട്ട് തിരിച്ചു വരാം. പലപ്പോഴും നമ്മൾ അഭിനയിക്കാൻ പോകുമ്പോഴൊക്കെ നമ്മൾ വിളിച്ചിരുത്തി എല്ലാവരുടെയും പരാതി, പൊതുവെ ആക്ടേഴ്സിന്റെ പരാതി, പണിയെടുക്കാൻ വിളിച്ചിട്ട് വിളിക്കുന്നില്ലല്ലോ, വെയിറ്റിംഗ് ആണെന്നുള്ളതിൽ എല്ലാവരും ഡിസ്റ്റർബ്ഡ് ആകാറാണ്. പ്രത്യേകിച്ച് സീനിയർ ആക്ടേഴ്സ് ഒക്കെ ഉള്ള ഒരു സെറ്റില് അവര് വന്നു കഴിഞ്ഞാൽ ഉടനെ അല്ലെങ്കിൽ വിളിക്കേണ്ട സമയമാകുമ്പോഴേ അവരെ ലൊക്കേഷനിലേക്ക് പ്രൊഡക്ഷൻ കൊണ്ടുവരുന്നുള്ളൂ. അങ്ങനത്തെ ഒരു അറേഞ്ച്മെന്റ്സ് ആണ് ഇത്. ആർക്കും പോകണ്ട, ഇവിടെ അഭിനയിക്കാൻ പോകണ്ട, വിളിക്കലേ പ്രാർത്ഥിച്ചു. അപ്പൊ പോകണേ, എടാ ഞാനിപ്പോ വരാട്ടോ, ഞാൻ ഒന്ന് പോയിട്ട് എന്താ എടുത്തത്, ഞാൻ സാരി ഇങ്ങനെ ഇട്ടിട്ട് പോയി, അല്ല ഞാൻ സാരി പാടും, നീ ഞാൻ ഇന്നലെ അഭിനയിച്ച തെറ്റിപ്പോയി തോന്നുന്നു, എനിക്കൊന്നും കിട്ടിയില്ല. അഭിനയിച്ച തെറ്റിപ്പോവുക, കാരണം ഞങ്ങൾക്ക് ആർക്കും ഇതിന്റെ കഥ വലിയ അതാണ് നമുക്ക് പല കഥകളും ഞങ്ങൾ മറ്റേ ട്രെയിലർ കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് ഷോട്ടുകൾ തന്നെ മനസ്സിലാക്കാം. പറയുന്ന അങ്ങനെയല്ല, റൈറ്റേഴ്സിന്റെ ടീം വന്നിട്ട് വേഗം ശ്യാമണ്ടനുള്ള അല്ല, ഇത് ആ ഒരു രീതിയിൽ തന്നെയാ പറഞ്ഞത്. കാരണം ഒരു 1 ലൈൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ളത് അറിയില്ല. അപ്പൊ ഞങ്ങൾ ആരെ വിടും, ഞങ്ങളെ ചാരത്തിയെ വിടും. റൈറ്ററുടെ പ്രിയ പത്നി പോയിട്ട് അവർക്ക് അവിടേക്ക് പോയി നിൽക്കാനും എന്തെങ്കിലും പറയാൻ ഒരു സ്പേസ് ഉണ്ടല്ലോ, അതിലൊരു ചുറ്റുവട്ടത്തൂടെ നടക്കാൻ ഞങ്ങൾക്ക് അത്രയും നിങ്ങൾക്കുള്ള സ്പേസ് അങ്ങനെയല്ല. ഞാൻ കറക്റ്റ് സ്പൈവർക്ക് ഇവരൊക്കെ നന്നായി ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് ഒരു സീൻ കിട്ടിക്കഴിഞ്ഞാൽ ശ്യാം ഇതുപോലെ ഇരിക്കും, ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ഇരിക്കും, എന്നിട്ട് ഓരോ സീനുകളും കറക്റ്റ് എല്ലാ റൈറ്റേഴ്സും കൂടെ വന്നിരുന്ന് എല്ലാവരെയും വിളിച്ച് ദ ഹോൾ സ്റ്റോറി വാസ് നറേറ്റഡ്. അത് കഴിഞ്ഞിട്ട് സീൻസിനും നമുക്ക് ഡിസ്ക്രിപ്ഷൻസ് ഉണ്ടായിരുന്നു. ഫണ്ടിന് നമുക്ക് ഇങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെരി വെൽ. അല്ല അത് ഒരു സംശയമില്ലാത്ത കാര്യം. ഇതിപ്പോ ഇപ്പൊ ഇത്രയും ബാക്കി നമ്മൾ പറഞ്ഞപ്പോ അത് പറഞ്ഞത്, അപ്പൊ ഞങ്ങൾ വിടും എന്താന്ന് അറിയണം, എന്തൊക്കെയാണ് ഗൈസ് ഇത് സംഭവിക്കുന്നത്, അനുരാഗ് കശ്യപ് അങ്ങനെ അപ്പൊ നമ്മൾ ഇന്നലത്തെയും കൂടെ ചേർത്ത് വരുമ്പോ ചിലപ്പോ അത് ഇങ്ങനെ വരും. കാട്ടിലുള്ള സീൻസ് ഒന്നും അങ്ങനെ നമുക്ക് നമ്മുടെ സീൻസും കാര്യങ്ങളും മാത്രമേ ഇതറിയുള്ളൂ. അത് ഇപ്പൊ പറഞ്ഞ പോലെ ഒരു ഡിസ്കഷൻ വെച്ച് ഞങ്ങളെ ഡൈനിങ് ടേബിളിൽ ഒരു റൂമുണ്ട്, അവിടെ എല്ലാവരും ഇരുന്ന് എല്ലാവർക്കും ഓരോ പേപ്പർ കൊടുത്ത് എല്ലാവരും ഇരുന്ന് വായിച്ച് അത് ഡയലോഗ് പ്രാക്ടീസ് ചെയ്ത്, അപ്പൊ നമ്മൾ അവിടുന്ന് അങ്ങ് ആക്ടിങ്ങിന്റെ ഇത് ക്രിയേറ്റീവ് സൈഡ് എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മളെ ഷോട്ടിൽ കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്യുക. അപ്പം കാര്യങ്ങളൊക്കെ വളരെ ഈസി. പിന്നെ എല്ലാവരും സാവകാശക്കുറവുണ്ട്. അതെ അതെ, തയ്യാറെടുക്കാനും കഥാപാത്രത്തിലേക്ക് സമയമില്ലായിരുന്നു, കുറെ പണികളുണ്ടായിരുന്നു. ബേസിക്കലി നമുക്ക് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു സുരഭിയുടെ ഓരോരുത്തരെ. അതെ പല പല കാര്യങ്ങൾ ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഒരുപാട് ജോലി. അതുകൊണ്ടാണ് ഇത്രയും രസകരമായ ഒരു സെറ്റ് നമുക്ക് ചിരിപ്പിച്ച് ഞങ്ങളെ കൊണ്ടുപോയിപ്പിച്ച് കളഞ്ഞു സുരഭി ഞങ്ങളെ. വിഷു അവിടെയായിരുന്നു. അതെ, വിഷു ഗംഭീര കണിയാണ്. എല്ലാവരും റൂമിലേക്ക് കൊണ്ടുവന്ന് അതിന് മുമ്പ് ഷൂട്ട് കഴിഞ്ഞ ദിവസം ഞാൻ സുരഭിയുടെ കൂടെയാണ് പോകുന്നത്. അതിന് മുമ്പ് വരുന്നുണ്ട്, വാണി ചേച്ചിക്ക് കണി കാണണം. എടാ എനിക്ക് കണി കാണണോടാ, നാളെ ഇപ്പൊ എങ്ങനെ വിഷുവിന് കണി കാണാത്ത ആദ്യത്തെ വിഷുവാടോ എന്നൊക്കെ പറഞ്ഞ കണി, ഞാനൊരു കൃഷ്ണനെ വാങ്ങാൻ വേണ്ടി വേഗം പോവടാ, പോട്ടേടാ ബൈഡാ, അല്ലെ എന്റെ കൂടെ ഒക്കെ വരുന്നതാ, വേഗം പോയി. അപ്പൊ വാണി ചേച്ചിക്ക് താഴെ കുറേ ദൂരം ഒരു മലയൊക്കെ ഇറങ്ങിയിട്ട് താഴെ വന്നിട്ട് വേണം മുണ്ടക്കായ അങ്ങാടിയിലെത്താൻ. അപ്പൊ അവിടെ ഒരു കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളിലൊക്കെ ഉണ്ട്, കൃഷ്ണനൊക്കെ ഉണ്ട്. പക്ഷെ സമയമായി, ലൈക്ക് ലേറ്റ് ആയി ഞങ്ങൾ തീർന്നപ്പോ. ഇന്നലത്തെ ഷൂട്ടിങ്ങിന് വരുമ്പോഴേ നമ്മൾ ലേറ്റ് ആയി. എന്നിട്ട് തിരിച്ചു വരുമ്പോ ഞാൻ സുരഭിയുടെ വണ്ടിയിലാണ്. ഏതോ കഷ്ടകാലത്തിന് അങ്ങനെയായിരുന്നു സെറ്റപ്പ്. അപ്പൊ അങ്ങനെ ആയിപ്പോയി. അപ്പൊ ഈ വരുന്ന ഒരു വണ്ടി നിന്നാല് ബാക്കി ആ ഫുൾ വണ്ടികൾ ഇങ്ങനെ പിന്നിൽ സ്റ്റക്കാണ്. അപ്പൊ സുരഭി അവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പൊ എന്നിട്ട് ബാക്കിയുള്ള അസിസ്റ്റൻസിനൊക്കെ പരിപാടി, ടച്ചപ്പ്, വെള്ളം, അതങ്ങനെ. സുരഭിയുടെ അസിസ്റ്റന്റ് അഫ്സൂന് ഇതായിരുന്നില്ല മെയിൻ പണി, ചക്ക കൊണ്ടുവരണം, ഇങ്ങനത്തെ പറിക്കാൻ പോകണം. അപ്പൊ ഈ വണ്ടി നിർത്തിയിട്ട് ഇതൊക്കെ ഇപ്പൊ എല്ലാരും വന്നിട്ട് എന്താ പ്രശ്നമൊന്നുമില്ല, സുരഭി മരത്തിന്റെ മുകളിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് പോണ വഴിക്ക് നമുക്ക് കൃഷ്ണനില്ലല്ലോ, കൃഷ്ണന് 9:30-10 മണിയായി. കൃഷ്ണനെ ഇനി അവിടെ ഒന്നും കിട്ടില്ല. അപ്പൊ ഒരു അമ്പലം ഉണ്ട് എല്ലാ ദിവസവും ക്രോസ് ചെയ്യും, അവിടത്തെ കൃഷ്ണന്
നമ്മൾ എടുത്താൽ എന്തെങ്കിലും പ്രശ്നം? അവിടെ ഒരു ചില്ലിക്കൊട്ടിൽ ഒരു കൃഷ്ണനുണ്ട്, ഒരു പ്ലാസ്റ്റിക് അങ്ങനെയല്ല, അങ്ങനത്തെ ഉണ്ട്. ആ കൃഷ്ണൻ ഞാൻ എന്നും പോയി ഇങ്ങനെ ഭഗവാനെ പ്രാർത്ഥിച്ചു പോകുന്നു. അപ്പൊ ഞാൻ ദർശനോടാണ് എടി ഞാൻ ഈ കൃഷ്ണനെ ഇങ്ങ് കട്ടാലോ, ഏതായാലും കൃഷ്ണൻ ഏതായാലും നീ ചെന്ന് വിളിച്ചാ മതിയായിരുന്നു. എന്നേലും വലിയൊരു കള്ളി. അപ്പൊ ദർശനം പറഞ്ഞു ഇവര് നമ്മളെ വിശ്വസിച്ച് ഒരു ഷൂട്ട് നടത്തുകയാണ്, കൃഷ്ണനെ കട്ടു എന്നുള്ള പേരിൽ അത് നിർത്തരുത്. വെടിവെപ്പിന്റെ പേരിൽ തന്നെ പലപ്പോഴും പോലീസൊക്കെ വരുന്നത് എന്താ ശബ്ദം, അപ്പൊ അതൊക്കെ കാണാൻ വേണ്ടി. അപ്പൊ അതുകൊണ്ട് അത് നിർത്തരുത്, ദയവ് ചെയ്ത് നീ ഇറങ്ങരുത്, എന്റെ കാല് പിടിച്ച്. ഞാൻ പറഞ്ഞു അത് കേസാവും എന്നൊക്കെ ഇവള് പറഞ്ഞു. ഞാൻ കേസ് വന്നാൽ നമുക്ക് ക്രോസ് ചെയ്യാൻ ഭഗവത്ഗീത ഉണ്ട്, മഹാഭാരതം ഉണ്ട്, ഇതൊക്കെ വെച്ച് നമുക്ക് ക്രോസ് ചെയ്യാൻ, അത് കുഴപ്പമില്ല. ഇവള് തീരെ സമ്മതിച്ചില്ല. അല്ലെങ്കിൽ ആ കൃഷ്ണൻ അന്ന് അവിടെ വന്നു. പക്ഷെ ഞാൻ പിന്നെ എന്നോട് പറഞ്ഞു ഇപ്പൊ ലേറ്റ് ആവും, രാവിലെ 5 മണിക്ക് എണീറ്റ് പോണം, നിനക്ക് പ്രശ്നമുണ്ടോ? ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങിക്കോളാം, നിങ്ങൾ എന്ത് വേണമെങ്കിലും ഒപ്പിച്ചോളൂ. ഞാൻ ഉറങ്ങി എണീറ്റപ്പോ എന്റെ സൈഡിൽ ഒരു കൃഷ്ണൻ, കൊന്ന, ചക്ക എല്ലാം അവിടെ ഉള്ള സാധനങ്ങൾ, വിഷുവിനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പൊ അവിടെ ഒരു തണ്ണിമത്തന്റെ വണ്ടി വന്നു. അതെ, ഒരു തണ്ണിമത്തന്റെ വണ്ടി വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു ചേട്ടാ കൊന്നയുണ്ടോ ചോദിച്ചു. വിളിച്ചു തണ്ണിമത്തന്റെ വണ്ടി, തണ്ണിമത്തല്ല കൊന്ന. പക്ഷെ ആ ചേട്ടൻ വീട്ടിലേക്ക് കൊന്ന കൊണ്ടുപോകുന്നുണ്ട്. കൊന്ന പോയിട്ട് പിന്നെ ഫ്രൂട്ട്സ് സാധനങ്ങൾ. പിന്നെ ഹോട്ടലിൽ എത്തിയപ്പോ അവിടെ ഒരു പയ്യുണ്ട്. അപ്പൊ ചേട്ടാ ഉരുളി ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ചിക്കൻ വെക്കുന്ന ഉരുളി കിച്ചണിലുണ്ട്, നമുക്ക് പോയി. അങ്ങനെ ഞങ്ങള് ചിക്കൻ വെക്കുന്ന ഉരുളി കഴുകിയെടുത്തു. പിന്നെ ഇത് വേണം, ഗ്രന്ഥം വേണം, ഗ്രന്ഥമില്ല. അപ്പൊ കുട്ടേട്ടൻ എനിക്കൊരു ബുക്ക് തന്നിട്ടുണ്ടായിരുന്നു, അച്ഛന്റെ സാറിന്റെ ആത്മകഥ. സ്വർണം മാത്രം പറയണ്ട. ഇല്ല സ്വർണം അറിയില്ല. ഡയറക്ടർ അങ്ങനെ സെറ്റ് ചെയ്തെന്ന് മാത്രം പറയുന്നു. അങ്ങനെ എല്ലാ സാധനങ്ങളും കിട്ടി. അതിനു മുമ്പ് വാണി ചേച്ചി കൃഷ്ണനൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കൃഷ്ണനെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് 11:30 എന്നോട് ചോദിച്ചു, ഞാനിതൊക്കെ അറേഞ്ച് ചെയ്യുന്ന തിരക്കില്ല. അപ്പനോട് എടാ നീ ഒന്ന് വന്നേ. ഞാൻ ചെയ്താ ഞാൻ കളി വെച്ചിട്ട് ചേച്ചി നാളെ 5:30 സമയം, അത് അത്രപോലും ക്ഷമയില്ല. രാവിലെ വിളിക്കാനെങ്കിൽ ഒരു രസം ഉണ്ടായിരുന്നു. രാവിലെ ഞാൻ എല്ലാരും പോയി. അത് എൻട്രി ആയിരുന്നു. ഞാൻ ബെല്ലടിച്ചു, വാതിൽ തുറക്കുമ്പോ ഒരു മ്യൂസിക് വന്നിട്ട് ഒരു ട്രോളിയിൽ ഇങ്ങനെ കൃഷ്ണൻ വന്നു. പുള്ളിക്കാരി പറഞ്ഞു കൃഷ്ണൻ മാത്രം മറ്റേ ഇത് ഫുഡ് കൊണ്ടു കൊടുക്കുന്ന ഒരു ട്രോളി ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. പിന്നെ 6 മണിയായപ്പോ നേരെ ഈ ഉരുളി ഞാൻ കാറിലെടുത്ത് വെച്ചിട്ട് നേരെ സെറ്റിൽ കൊണ്ട് വെച്ചു. അപ്പോഴത്തേക്കല്ലേ ആൾക്കാർ എത്തുള്ളൂ. എന്നിട്ട് സെറ്റിൽ വരുന്നവരെല്ലാരും കടി കണ്ട് തൊഴുത് പോന്നു. അങ്ങനെ അതുകൊണ്ട് തന്നെ ഈ റൈഫിൾ കോവും ഒരു സംഭവ ബഹുലമാണ്, എന്റർടൈൻമെന്റ് ആണ്. അതെ അതെ അതെ, എല്ലാരും അങ്ങനത്തെ എല്ലാം ചേർന്ന ഒരു പടമായിരിക്കും. അതിപ്പോ ഞാൻ ഒറ്റയ്ക്ക് ഇതൊന്നും ചെയ്തിട്ട് ഇവളെന്തോ നീ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. എല്ലാവരുടെ ഉള്ളിലും ആ ഒരു ചൈൽഡ്, നമുക്ക് ഒരു കുട്ടിത്വവും അത് കാണിക്കാനും അത് എക്സ്പ്രസ് ചെയ്യാനും നമ്മളുടെ കൂടെ അതേപോലെ ചേർന്ന് നിന്നതുകൊണ്ടാണ്. അപ്പൊ ഞാൻ സീനിയർ ആണോ, ഞാൻ ഒരുപാട് പടത്തിൽ ഇവരൊക്കെ എന്തേ കാണിക്കുന്നത് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കില്ല. അപ്പൊ മാംഗോ ആണെന്നുണ്ടെങ്കിലും അങ്ങനെ നമ്മൾ എത്ര പടം ചെയ്തിട്ടുണ്ട് ശ്യാമട്ടോ, എന്താ സുരഭി കാണിക്കുന്നത്, അത് നടക്കില്ല. അല്ല അങ്ങനെയോ അങ്ങനെ ഒരു പ്രശ്നമില്ല. അങ്ങനെ ഞങ്ങൾ കുഴലപ്പം കൊണ്ടു കൊടുത്തപ്പോ പൊന്നമ്മ ചേച്ചി പറഞ്ഞു കുട്ടേട്ടന്റെ കുഴലപ്പത് എങ്ങനെയുണ്ട്, ഇതൊരു അസാധ്യ കുഴലപ്പം. പിന്നെ എല്ലാരും അങ്ങ് ടാഗ് തുടങ്ങി. അങ്ങനെ പിന്നെ കുട്ടേട്ടൻ പ്രശസ്തരായി. പിന്നെ കുട്ടേട്ടന് ഗതികേടായി, വീട്ടിൽ പോയാൽ കോയിലപ്പം കൊണ്ടു. ഇതില് ഏറ്റവും വലിയ പ്രത്യേകത ഇതിനകത്ത് വലിയൊരു കാസ്റ്റും ക്രൂവും ഉണ്ട്. അത് മലയാള സിനിമയിൽ ഇപ്പൊ എല്ലാവരും നോക്കി കാണുന്ന ഒരുപാട് ആളുകൾ, ഇപ്പം ഹനുമാൻ കൈൻ്റെ അടക്കമുള്ള പുതിയ തലമുറയിലെ ആളുകൾ പോലും അഭിനേതാവായിട്ട് എത്തുന്നു. അങ്ങനെ വലിയൊരു ടീം കൂടിയാണ്. ഇതിന് മാനേജ് ചെയ്യാന്ന് പറയുന്നത് ഒബ്വിയസ്ലി വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിരിക്കുമല്ലോ. പക്ഷെ ഞാൻ കേട്ടിട്ടുള്ള ആഷിഖ് കപൂർ എന്ന് പറയുന്ന ഡയറക്ടർ അതിനെ വളരെ ബ്രില്യൻ്റ് ആയിട്ട് ടാക്കിൾ ചെയ്യുന്ന ഒരാളായിട്ടാണ്. ഈ ഒരു സെറ്റിൽ ഇത്രയും ആളുകളെ എങ്ങനെയാണ് നിങ്ങൾ മാനേജ് ചെയ്ത് ഇത്ര ദിവസം കൊണ്ട് ആ ഷെഡ്യൂൾ കംപ്ലീറ്റ് ചെയ്ത്? ഇത് ഭയങ്കര ഹാർമണിയാണ് ഈ സെറ്റിന് ഉണ്ടായിരുന്നത്. ആഷിഖേട്ടൻ പൊതുവെ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഭയങ്കര കൂളായിട്ടുള്ള ആളാണ്. നമ്മള് ആഷിഖേട്ടനെ ദേഷ്യപ്പെട്ട് കാണാനൊക്കെ ബുദ്ധിമുട്ടാണ്. ക്യാപ്റ്റൻ കൂൾ. അപ്പോ ഒരു സെറ്റിന്റെ വൈബ് എന്ന് പറഞ്ഞ ഒരു ഡയറക്ടർ ജനറേറ്റ് ചെയ്യുന്ന വൈബ് തന്നെ ആയിരിക്കും ആ സെറ്റിന് ഉണ്ടാവുക. എസ്പെഷ്യലി ഇതില് ആഷിഖേട്ടൻ 3 റോൾസ് ആണ് പ്ലേ ചെയ്യുന്നത്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഡയറക്ടർ, ഹീസ് എ സിനിമാറ്റോഗ്രാഫർ ആൻഡ് പ്രൊഡ്യൂസർ ഓഫ് ദ ഫിലിം. അപ്പോൾ പുള്ളിയുടെ ആ വൈബാണ് സെറ്റിന് ഉണ്ടായിട്ടുള്ളത്.
ആ വൈബ് കൂളാണ്. അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരിലേക്കും ആ കൂൾനെസ്സും ആ ഹാർമണിയുമാണ് സ്പ്രെഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആൻഡ് വി ജസ്റ്റ് എൻജോയ്ഡ് ദ ടോട്ടൽ ഹോൾ ഷോ. ഞാൻ ഇതിന്റെ ട്രെയിലർ കാണുന്നത് പുഷ്പ 2ന്റെ FDFSന് പോയപ്പോഴാണ് തിയേറ്ററിൽ ഇത് കാണുന്നത്. ആ ക്രൗഡിന്റെ തന്നെ സ്വഭാവം അത്തരം ആയിരിക്കുമല്ലോ. അവരും ഒരു വളരെ ആവേശപൂർവ്വം കൈയടിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കൈയടിയിട്ട് എനിക്ക് തോന്നുന്നു ഹനുമാൻഖാനിന്റെ ഒരു ഡയലോഗില് വാണിച്ചേച്ചി ഫ്രെയിമിലേക്ക് കയറി വന്നു. ഇവിടെ ആണുങ്ങൾ ആരും ഇല്ല എന്ന് ചോദിക്കുമ്പോൾ കയറി വരുന്നുണ്ട്. അത് ഇത്രയും കാലം കൊണ്ട് സെറ്റ് ചെയ്ത ഒരു ഇമേജിനെ കൂടിയല്ലേ ബൂസ്റ്റ് ചെയ്യുന്നത്. ആ ഒരു എലമെന്റ് സാധാരണ പടങ്ങളിൽ എനിക്ക് പറ്റിയ എന്റേതായിട്ടുള്ള ചില എക്സ്പ്രഷനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ പടം എന്ന് പറയുന്നത് കംപ്ലീറ്റ് അവര് പറഞ്ഞത് എന്ത് ചെയ്യുന്നോ അത് ഞാൻ ഏറ്റെടുത്ത് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. ശ്യാം പറഞ്ഞതോ അല്ലെങ്കിൽ ആഷിഖ് ജി പറഞ്ഞതോ അവര് പറയുന്നത് ഞാൻ ഏറ്റെടുത്ത് അഭിനയിച്ചു എന്നുള്ളൂ. അത് തന്നെയാണ് ആ ഒരു ക്യാരക്ടർ ഇട്ടിയാനത്തിന്റെ പ്രത്യേകതയാവുക. വാണിവിശ്വനാഥല്ല കൂടുതൽ. ഇട്ടിയാനം എന്ന് പറയുന്നത് ഇവരുടെ ടീമിന്റെ ഒരു ഇട്ടിയാനമാണ്. വാണിവിശ്വനാഥ് അതിൽ ജസ്റ്റ് ഒരു കയറി അഭിനയിച്ചു എന്നുള്ളൂ, അത്രേ ഉള്ളൂ. ഇത് നിങ്ങളൊരു 2 ഗ്രൂപ്പായിട്ട് വരുന്ന പോലെ തോന്നിയിട്ടുണ്ട്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊഞ്ഞനും കുത്തി കാണിക്കുന്ന അങ്ങനെ 2 ടീമായിട്ടുള്ള ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കോൺഫ്ലിക്റ്റ് ആണോ ഇത്? അല്ല, എല്ലാരും ഒരു ടീം തന്നെയാണ്. പക്ഷെ അതിൽ വരുന്ന ചെറിയ ഫാമിലിയാണല്ലോ. ഒരു ഫാമിലിയില് മൈനോട്ടായിട്ടുള്ള ചില സംഭവങ്ങളുണ്ടാകും. വഴക്ക് സ്നേഹമുള്ള ആൾക്കാർ തമ്മിൽ കുശുമ്പ് പറയുന്നവരുണ്ടാവും, വഴക്കടിക്കുന്ന ആൾക്കാരുണ്ടാവും, വേറെ വേറെ ഐഡിയോളജീസ്. ഒരു ക്ലബിലുള്ള മെമ്പേഴ്സ് റൈഫിൾ ക്ലബിലുള്ള ആൾക്കാരല്ലേ. അപ്പൊ അവിടെ പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. ഞങ്ങള് എല്ലാവർക്കും എല്ലാ ക്യാരക്ടേഴ്സിനും ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് ആണ്. അപ്പോൾ ആ പെർസ്പെക്റ്റീവിൽ നിന്നിട്ടാണ് എല്ലാവരും വർക്ക് ചെയ്തിട്ടുള്ളത്. അതിന് വളരെ വ്യത്യസ്തമാണ് എല്ലാവരും. നിങ്ങൾക്ക് കുറച്ച് കാണാനുണ്ട്. നോർമലി കാണുന്നതിനെക്കാട്ടിലും ഐ ഫീൽ ലൈക്ക് ദർ സം ഈവൻ ഇപ്പൊ കണ്ടിട്ടുള്ള പോസ്റ്റേഴ്സ് ആണെങ്കിലും ഈ പ്രൊമോഷൻ എല്ലാവരുടെയും ഒരു സ്ലൈറ്റ്ലി ക്വർക്കി വൈൽഡ് സൈഡ് എനിക്കും ആദ്യമായിട്ട് കാണുകയാണ്. കുറെ ഇവരിലൊക്കെ ഒരു സ്ലൈറ്റ്ലി എന്താ വേറൊരു സൈഡ് കാണുന്നു. മൂടി വെച്ചിട്ടില്ല എന്നുള്ളതാണ്. ഉള്ളിന്ന് ഉള്ള വൈൽഡ്നെസ് പുറത്താണ്. അതുകൊണ്ട് ഭയങ്കര രസമായിരുന്നു. ഇറ്റ് വാസ് വെരി കംഫർട്ടബിൾ. അത് കാണുമ്പോൾ ലൈക്ക് അപ്പൊ എനിക്കും പറ്റും ദാറ്റ് സ്പേസ് ഉണ്ടായിരുന്നു അവിടെ. അതൊന്നും ആരും അങ്ങനെ അഭിനയിച്ചതൊന്നുമല്ല. അത് അങ്ങനെ ഒരു കംഫർട്ട് സോൺ ഈ സെറ്റ് അങ്ങ് തീർച്ചയായും. ഇത് പല തലമുറയിൽ പെട്ട ആളുകൾ കൂടെയാണല്ലോ വരുന്നത്. പൊന്നമ്മ ചേച്ചിക്കൊക്കെ ഒരു വലിയൊരു കാലഘട്ടത്തിൽ സിനിമയുടെ കൂടെ സഞ്ചരിച്ച ആൾക്കാരാണ്. അപ്പൊ അവിടെ പുതിയൊരു തലമുറയിൽ കൂടെ വരികയാണ്. ഇവരുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ, ഇവരുടെ കൂടെയുള്ള ഒരു വർക്കിംഗ് സ്റ്റൈൽ എങ്ങനെ ഫീൽ ചെയ്തു? ഏറ്റവും അലമ്പായിരുന്നു. ആക്ച്വലി സ്വർണ്ണക്കിരീടം എന്ന് പറഞ്ഞ പടത്തില് ഞാനും പൊന്നമ്മ ചേച്ചി അഭിനയിച്ചിട്ടുണ്ട്. ഒരു പടം അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങള് കാണുന്നത് പിന്നെ നഗരവധു 2 പടം സ്വർണ്ണക്കിരീടത്തിനകത്ത് ഇതേത് വാണി പറഞ്ഞാൽ തന്നെ നമ്മൾ സാധാരണ അഭിനയിക്കുന്ന ഇതിനകത്ത് അവര് നമുക്ക് എന്താണ് പറഞ്ഞു തന്നത് അങ്ങനെയാണ് നമ്മൾ അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. സാധാരണ നമുക്ക് നമ്മുടേതായ രീതിയിലൊക്കെ നമ്മൾ അഭിനയിക്കും. എന്റെ ഇട്ടിയാനം എന്ന് പറഞ്ഞ പേര് തന്നെ ഭയങ്കര എനിക്കൊരു ഇഷ്ടപ്പെട്ടൊരു കഥാപാത്രമായി മാറി. ആ പേര് കൊണ്ട് തന്നെ ഒരു പുതുമയുള്ളൊരു എല്ലാവരും ഇട്ടി. പിന്നെ പലപ്പോഴും ഇതിലിപ്പോ മറ്റേ ഓരോരുത്തരുടെ സിനിമയിലുള്ള പേരാണ് ഞാൻ വിളിക്കാറ്. അല്ലാതെ ദർശനാന്ന് വിളിക്കാറില്ല. കുഞ്ഞോളെ എന്ന് വിളിക്കും, സൂസൻ എന്ന് വിളിക്കും, സിസിലി എന്ന് വിളിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാല് വിഷ്ണു എന്നൊരു സെറ്റ് വിളിച്ചു കഴിഞ്ഞാൽ 4 പേരെങ്കിലും അതുകൊണ്ട് വിഷ്ണു ഉണ്ണി എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ 4 പേര് വരും. ഓൾസോ ഗോഡ്ജോ പേരും നല്ല ഗോഡ്ജോന്റെ ലുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വിഷ്ണുവിന്റെ ലുക്ക് വെച്ചിട്ട് ഗോഡ്ജോ എന്ന് വിളിക്കാനേ തോന്നുള്ളൂ. വിഷ്ണു എന്ന് വിളിക്കാൻ തോന്നില്ല. ഗോഡ്ജോ ആണ് ആപ്റ്റ്. മാറ്റിയാലും സാരല്ലേ, ഇനി വേണമെങ്കിൽ മാറ്റാം. അതെ അതെ. ഈ സിനിമയിലെ മ്യൂസിക് ഇതേപോലെ ട്രെയിലർ വന്നതോടുകൂടെ അതിനുശേഷം ഒരുപാട് പാട്ടുകൾ വന്നു, ഭയങ്കരമായിട്ട് നോട്ടീസ് ചെയ്യപ്പെടുന്നുണ്ട്. ഒരു യോണറിലേക്കുള്ള ഒരു മാറ്റം ഉണ്ടല്ലോ. റെക്സ് വിജയൻ ഇതുവരെ ചെയ്തു വെച്ചിരുന്ന ഒരു തിരിച്ചൊരു ബാങ് കിട്ടുന്ന ഒരു സംഗതിയിലേക്കും കൂടെ ഉള്ള വരവാണ്. എല്ലാവരും അങ്ങനെയാണ് ഈ ഒരു പടം.
എല്ലാവർക്കും ഒരു തിരിച്ചൊരു അല്ലെ ബാങ്ക് കിട്ടുന്ന പോലെ തന്നെയാണ് അത് ശരിക്കും. ഞാൻ ചോദിച്ചു വന്നാൽ മ്യൂസിക് എത്രത്തോളം ഇതിനെ അപ്ലിഫ്റ്റ് ചെയ്യുന്നു? കുട്ടിയെ തിരിച്ചു വിടാതെ തീർത്തു. ഇതാണ് എന്റെ ചോദ്യം. മ്യൂസിക് എത്രത്തോളം ഇതിനെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്? മ്യൂസിക് വളരെ ബ്യൂട്ടിഫുൾ ആണ്. കണ്ടോ ഇപ്പോഴും ഇതൊക്കെ ഞങ്ങൾക്ക് കേൾക്കുന്നത് ആഗ്രഹിക്കുന്നത് എങ്ങനെയുണ്ട് മാംഗോ എങ്ങനെയുണ്ട് മ്യൂസിക് വെച്ചിട്ട് നല്ലതാണെന്ന് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾ ഇതൊക്കെ സ്പൈവർക്ക് ചെയ്യുന്ന അവിടുന്ന് ഗംഭീരാണ്. ഇപ്പൊ കില്ലർ ഓഫ് ദ മൂൺ എന്ന് പറഞ്ഞ പാട്ടാണെങ്കിലും അത് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. റെക്സും പിന്നെ മറ്റേതില്ലേ വേറൊരു പാട്ടും കൂടെ ഉണ്ട്. അത് നമ്മുടെ പാട്ട് വ്യവസ്ഥിതി ഇല്ലാത്ത. ഓ അതാണ്. അല്ല വേറെ അടിപൊളി ഒരു പാട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് എല്ലാ കഥയും ചോർത്തുന്നത് നമ്മള് ഡാൻസ് ഒക്കെ കളിച്ചിട്ട് പാട്ടുണ്ടാവില്ലേ? ആ നമ്മുടെ മറ്റേ പാട്ട് അത് ഞാൻ പറഞ്ഞിട്ട് ഓർക്കുന്നു. അത് മ്യൂസിക്കിൽ ഇട്ട് പോവെന്ന് പേടിച്ചു. അതൊരു പാട്ടാണ്. അതെ അത് പാട്ട്. പാട്ട് മാത്രമല്ല ഡിഫറെന്റ് സൗണ്ടിങ്ങും എല്ലാം കൊണ്ടും റെക്സ് എപ്പോഴും ഇംപ്രസ് നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ആള് തന്നെയാണ് മ്യൂസിക്കിന്റെ കാര്യത്തിൽ. ഡെഫിനറ്റ്ലി ഇതൊരു ബ്രില്യൻ വർക്ക് തന്നെയാണ് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ആധികാരികമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ അങ്ങോട്ട് ചോദിക്കാം, കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ. ഓക്കെ, ഈ 2024 എന്ന് പറയുന്ന വർഷത്തില് ഒരുപാട് സിനിമകൾ വന്നു. അവിടേക്ക് എനിക്ക് തോന്നുന്നു മഞ്ഞുമൽ ബോയ്സിലെ നായികമാരില്ല എന്നുള്ളതിൽ തുടങ്ങിയിട്ട് മലയാള സിനിമയിലെ നായികമാർ എവിടെ പോകുന്നു എന്നുള്ള ചോദ്യങ്ങളും ചർച്ചകളും ഒക്കെ സജീവമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടെയാണ്. ആ സമയത്ത് അങ്ങനെ നായികൻ ഭേദം അങ്ങനെ ഒരു വേർതിരിവ് തോന്നാത്ത രീതിയിലൂടെ ഉള്ളൊരു സിനിമയായിട്ട് തോന്നുന്നു. ഈ ഒരു വേർതിരിവിനെ മലയാള സിനിമ ഇല്ലാതാക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടോ? ഇത് ഈ ഒരു സിനിമ കൊണ്ട് നടക്കില്ല. ഒരുപാട് സിനിമകൾ ഇതുപോലുള്ളത് വന്നാൽ ഈ ഒരു സംഭവം നായകൻ നായിക എന്ന് പറയുമ്പോ അവരുടെ പേരായിട്ട് അതൊന്നും ചെയ്യാൻ അങ്ങനെ ഇല്ല. ആ പടത്തിൽ ആരാണ് മുഖ്യമായിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യുന്നു അവര് നായിക തന്നെയായിരിക്കും, അല്ലെങ്കിൽ നായകനായിരിക്കും. അങ്ങനെ അല്ലെ അങ്ങനത്തെ പോകുന്നത് പടത്തിന്റെ അങ്ങനെയുള്ള ഒരു സിനിമയും ഇത് പ്രോജക്ട് ബേസ്ഡ് ആണ് ഇതിന്റെ പരിപാടി നിൽക്കുന്നത്. ഒരു പ്രോജക്റ്റിന് നായിക ആവശ്യമാണെങ്കിൽ നായിക ഉണ്ടാവും, പല നായികമാർ ആവശ്യമാണെങ്കിൽ പല നായികമാരുണ്ടാവും, പല നായകന്മാരുണ്ടാവും. ഇറ്റ് ഈസ് ടോട്ടലി ബേസ്ഡ് ഓൺ ദ പ്രോജക്ട്. അല്ലാതെ മഞ്ഞുമൽ ബോയ്സിൽ നായിക ഇല്ല അതുകൊണ്ട് നായിക ഇല്ലാണ്ടാവുന്നു എന്നില്ല. മഞ്ഞുമൽ ബോയ്സിൽ അതിന്റെ ആവശ്യമില്ല, അതുകൊണ്ടാണ്. അല്ല കഥയാണ് മെയിൻ, നായകനും നായികയും. ഉറപ്പായിട്ടും ഐ മീൻ ഈ കൊല്ലം തന്നെ we've had many nice നമുക്ക് female ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞ ചിത്രം ഉണ്ടായിട്ടുണ്ട്. മാത്രമുള്ള ചിത്രമാണത്. അപ്പൊ നായകൻ എന്ത് ചെയ്യേ ഉള്ളൊക്കെ ഡിഡ് ഗുഡ്. അപ്പൊ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പറയാൻ കഴിയില്ല. പ്രോജക്റ്റ് എന്ത് ഡിമാൻഡ് ചെയ്യുന്നു അതിനനുസരിച്ച് പോകുന്നേ ഉള്ളൂ. എന്നിരുന്നാലും നായകന്മാരാണ് കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. അത് സൊസൈറ്റിയുടെ ആവശ്യവും കൂടെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സൊസൈറ്റിയാണ് അത് സെലിബ്രേറ്റ് ചെയ്യുന്നത് അല്ലേ. ഇപ്പൊ നായകന്മാരെ സിനിമ ഒരു വ്യാപാരമാണ്, അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു അതും. എന്തായാലും റൈഫിൾ ക്ലബില് ഞങ്ങൾ സ്ത്രീകൾക്ക് എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള സ്പേസ് ഉണ്ട്. ഞങ്ങൾ എല്ലാവരും ഞങ്ങളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ എല്ലാം ചെയ്തു. ഇപ്പൊ ഈ സെറ്റിൽ വന്നപ്പോഴും ഈ സിനിമേന്റെ ഒരു ഇത് കണ്ടപ്പോ നമുക്ക് ഇപ്പൊ എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഇപ്പൊ നമ്മൾ ഓരോ സെറ്റിൽ ചെല്ലുന്ന സമയത്തും അതിന്റെ ക്യാരക്ടർ അല്ലെങ്കിൽ അതിന്റെ ക്യാരക്ടർ സ്റ്റഡി അങ്ങനെയുള്ളതല്ല. ഈ സിനിമയുടെ സ്വഭാവം ആദ്യത്തെ ഒരു സീൻ എടുത്തപ്പോൾ തന്നെ മനസ്സിലായി. പിന്നെ നമുക്ക് അത് ഒരാൾ മാത്രം ചെയ്താൽ അത് ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ആ സെറ്റിനെ ആ വൈബിൽ നിർത്തിയാൽ മാത്രമാണ് അത് ഉണ്ടാവുക. അപ്പൊ അതിന് ഓരോ ദിവസവും നമ്മൾ ഓരോരോ കളികളും ഇതു അല്ലെങ്കിൽ വാണി ചേച്ചിയുടെ ഓരോരുണ്ട് അല്ലെങ്കിൽ ഉണ്ണിമാങ്കോ അങ്ങനെ അതിനിപ്പോ നമുക്കിപ്പോ ഇപ്പൊ ഞാൻ മുന്നിൽ എല്ലാ ചളിയും വെളുപ്പില്ലാതെ ചെയ്യുന്ന ഞാനായതുകൊണ്ട് ഞാൻ മുന്നിലേക്ക് നിന്നു. അങ്ങനെയൊന്നുമില്ല, സുരഭി തന്നെയാണ് മെന്റർഷിപ്പ് ചെയ്തത്. ശരിക്കും പോയിട്ടുള്ളത് അല്ല അപ്പൊ ഈ ഒരു വൈബ് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഞങ്ങളെ ക്യാരക്ടേഴ്സിന്റെ ഒക്കെ സ്വഭാവം ഇങ്ങനെയാന്ന് എനിക്ക് മനസ്സിലായി. ഇനി ഇവരെയൊക്കെ ഈ ഒരു വൈബിൽ അങ്ങോട്ട് നിർത്തുക. അതാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ള സ്റ്റഡി. അത് ഞങ്ങളുടെ കഥാപാത്രങ്ങൾ ഉണ്ടാവും ഭയങ്കര അലമ്പായിട്ടുള്ള നല്ല
ജിൽ സ്ത്രീകൾ ഒന്ന് നിൽക്കും മുന്നില് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം ചെയ്യാം. സുരഭി actually- അല്ല സുരഭി ചിരിക്കേണ്ട സീനൊക്കെ ഉള്ളപ്പോ സുരഭി അവിടെ നിർത്തിയാൽ ഇപ്പൊ കുറെ ഷോട്ട് ഒക്കെ ഉള്ള സമയമാണെങ്കിൽ സുരഭിനെ നമ്മൾ സുരഭിക്ക് ഷോട്ട് ഇല്ലെങ്കിലും കൊണ്ടുവന്ന് നിർത്തും. കളിയാക്കലുകളും ഉണ്ടെന്നേ, നല്ല ഉഗ്രം കളിയാക്കലുകളും ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് അത് കഴിഞ്ഞ് നമ്മൾ ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ അത് തന്നെ കളിയാക്കി അതില് വലിച്ച് കീറും അതെല്ലാം ഉണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഒരാള് മാത്രം നന്നായാലും ഒരു സിനിമ നന്നാവൂല. അപ്പൊ ഞാൻ മാത്രം നന്നാവണം വെച്ചാൽ അത് ഭയങ്കര ബോറായിപ്പോ. പിന്നെ ഇവരുടെ ഷോട്ട് കഴിഞ്ഞിട്ട് നമ്മളെല്ലാരും പോന്നാൽ അതിന്റെ ഒരു ഗ്രൂപ്പായിട്ട് ഒരു മെയിൻ ഷോട്ട് എടുത്തു കഴിഞ്ഞാല് പിന്നെ ഓരോരുത്തരെയും ക്ലോസിലേക്ക് പോകുന്ന സമയത്ത് നിർത്തം പറയില്ല, ഞങ്ങൾ ഇപ്പൊ നിർത്തും. അപ്പൊ ഒരു ക്ലോസ് ഷോട്ട് കഴിഞ്ഞാല് പിന്നെ എല്ലാവർക്കും ക്ലോസ് എടുക്കണ്ടേ വൈഡ് കഴിഞ്ഞാല്. അപ്പൊ ഒറ്റയ്ക്ക് ആകുമ്പോ ചിലപ്പോ അതിന്റെ ഒരു വൈബ് ചിലപ്പോ കിട്ടില്ല. അപ്പൊ ഞങ്ങൾ അവിടെ ടീമായിട്ട് തന്നെ നമ്മള് കോറസ് ആയിട്ട് നമ്മള് എന്നിട്ട് സെയിം ഡയലോഗ് 25 പ്രാവശ്യമെങ്കിലും ഞാൻ ഒരു ഡയലോഗ്. പിന്നെ ചിലവർ ഇല്ലാത്ത സമയത്ത് നമ്മൾ തന്നെ ഫില്ലപ്പ് ചെയ്യും. നമ്മൾ വേറെ ആൾക്കാരുടെ ഡയലോഗും പറയും. അങ്ങനെയൊക്കെ അങ്ങനെ വേറെ ആൾക്കാരുടെ ഡയലോഗ് പറയും, എന്നിട്ട് ചിരിക്കും. അത് അതിൽ തന്നെ നമ്മള് ട്രെയിലറിൽ തന്നെ ഉണ്ട്. എന്താണ് പിന്നെ ശിക്കാരി ശംഭുവിന്റെ ഒരു ഡയലോഗ് ഉണ്ട്. അത് പറഞ്ഞതിന് കയ്യും കണക്കൂല, ഒരു രാത്രി മുഴുവൻ ഇതിലെനിക്ക് എക്സൈറ്റിംഗ് ആയിട്ടുള്ള തോന്നിയ കാര്യം എല്ലാവരും തോക്കെടുക്കുന്നുണ്ട്. ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ് വിത്ത് ഗൺ? ലൈക്ക് തോക്കെടുത്ത ഒരു അനുഭവം? പരിശീലനം വേണമായിരുന്നു. ഭയങ്കര ഹെവി ആയിരുന്നു മെയിൻലി. ഞങ്ങളുടെ വൺ ഓഫ് അവർ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻസ് ഞെട്ടരുത്, ഇതിന്റെ ഉള്ളിൽ നിന്ന് പൊട്ടും. അപ്പൊ ഈ പൊട്ടുമ്പോ നമ്മൾ ഈ മാസ്ക് പിടിച്ച് നിൽക്കുമ്പോ ഓൺലി ടാസ്ക് വി വർ ഓൾ ആസ്ക്ഡ് ടു ഞെട്ടരുത്. അപ്പൊ എല്ലാരും മറ്റേ മാസ്കിലൊക്കെ നിൽക്കും. അതുകൊണ്ട് കുറെ ഉണ്ടകൾ വേസ്റ്റ് ആയിട്ട്. അപ്പൊ ഞങ്ങള് ഫസ്റ്റിൽ തന്നെ ഈ തോക്ക് അത് വിചാരിക്കുന്ന പോലെ 6 കിലോഗ്രാം ഈ റൈഫിളിനുള്ളത്. ശരിക്കുള്ള തോക്കായിരുന്നു, അതുകൊണ്ട് നല്ല ഹെവി ആയിരുന്നു. അതിങ്ങനെ ഈ ഷോട്ട് വെച്ചിട്ട് എല്ലാരും കൂടെ നിൽക്കുന്ന ഷോട്ടിലും ഒക്കെ ഒരുപാട് പേരുള്ള ആൾക്കാരും ഒക്കെ ഉള്ള ഷോട്ടുകളിലും ഒക്കെ കറക്റ്റ് ആയിട്ട് നടക്കുന്ന കാര്യം കട്ട് എന്ന് വിളിച്ചാൽ ഇതെല്ലാം കൂടെ ഒരുമിച്ച് താഴെ വയ്ക്കും. അതില് ഭയങ്കര സിങ്കാ. ഈ ഒരു എനർജി, ഈ ഒരു വൈബ് തിയേറ്ററുകളിൽ നിറയട്ടെ. അതിനുശേഷം ഒരുപാട് കാലം മലയാള സിനിമ ഓർത്തു വെക്കുന്ന, മാർക്ക് ചെയ്ത് വെക്കുന്ന ഒരു ചിത്രമായിട്ട് റൈഫിൾ ക്ലബ്ബ് മാറട്ടെ. നമ്മുടെ കൊട്ടിക്കലാശം അങ്ങനെ തന്നെ ആവട്ടെ. നമ്മുടെ ക്ലൈമാക്സ് ഗംഭീരമാവട്ടെ. റൈഫിൾ ക്ലബ്ബ് നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂവിയാണ്. അപ്പൊ എല്ലാവരെയും കുടുംബസമേതം തിയേറ്ററിലേക്ക് ഞങ്ങൾ എല്ലാവരും ക്ഷണിക്കുന്നു. എല്ലാവർക്കും ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റിയ നല്ലൊരു ചിത്രം തന്നെ ആയിരിക്കും. എല്ലാവരും നിങ്ങൾ കൂട്ടുകാരും വീട്ടുകാരും നാട്ടുകാരും എല്ലാവരുമായിട്ട് വരിക. പൊളിച്ച പോലെ നിങ്ങളും പൊളിക്കുക. So Merry Christmas and thank you so much.